നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസ യോഗം 19-ാമത്തെ ശ്ലോകം വരെയാണ് നോക്കിയത്. അങ്ങനെ പരമാത്മാവിൽ തന്നെ ബുദ്ധി നിർത്തി പരമാത്മസ്വരൂപത്തോടുകൂടിയിരിക്കുന്ന ആത്മജ്ഞാനികൾ പുനരാവൃത്തിയില്ലാത്ത മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവരുടെ നിലയെ വേറെ രീതിയിൽ പണ്ഡിതാഹ സമദർശിനഹ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലയെ പറയുന്നുണ്ട്. ആ അറിവും വിനയവും ഉപശമം തികഞ്ഞ ബ്രാഹ്മണനിലോ നായയെ തിന്ന ചണ്ടാലിലോ നായയിലോ പശുവിലോ ആനയിലോ അങ്ങനെ ഈ നാനാത്വം കാണുന്നതിലെല്ലാത്തിലും സമദർശനം ഉണ്ടാകുന്നു ഒരു തത്വജ്ഞാനിക്ക്. ആ സമദർശനം ആത്മാവിൻ്റെ ആ ഏകരസം സമമായിരിക്കുന്നത്, എല്ലാത്തിലും സമമായി, എല്ലാതും ബ്രഹ്മമായിരിക്കുന്ന, എല്ലാം ആത്മാവായിരിക്കുന്ന, എല്ലാ ഈശ്വരനായിരിക്കുന്ന ആ ആത്മതത്വത്തെ, ഈ നാനാത്വത്തിലെ ഏകത്വത്തെ ഭഗവാൻ വിസ്തരിച്ചു പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ എങ്ങനെയാണ് അത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇവിടെ നാനാത്വത്തെ നിഷേധിക്കുന്നതല്ല, ആ നാനാത്വത്തിലെ ഏകത്വം, അല്ലാതെ നാനാത്വം ഉണ്ടായിട്ട് പിന്നെ അതിനെ ബോധിച്ച് ഏകത്വമാക്കുന്നതല്ല എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ നാനാത്വമേ ഉണ്ടായിട്ടില്ല. ഇവിടെ ഏകരസമായ ആ ബ്രഹ്മതത്വം, ആത്മതത്വം മാത്രമാണ്. ഇവിടെ സൃഷ്ടിയെ ഉണ്ടായിട്ടില്ല എന്നുള്ള എന്നുള്ളത് ഇവിടെ തീർത്തും ഇല്ല. ന ഇഹ നാനാസ്തി കിഞ്ചന എന്ന് പറയുന്ന ആ വേദവാക്യം, ഉപനിഷത് വാക്യത്തെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. തുടർന്ന് വീണ്ടും ലക്ഷണങ്ങളെ പറയുകയാണ്. ന പ്രഹിഷ്യേത് പ്രിയം പ്രാപ്യ നോദിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസം മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. വീണ്ടും അതിനെക്കുറിച്ച് പറയുകയാണ്. സ്ഥിരബുദ്ധി അസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. സ്ഥിരബുദ്ധി, അതായത് ആത്മാവിൽ ഇനി ആത്മബോധത്തിൽ ഇനി സംശയങ്ങളുമില്ല, ദോഷങ്ങളൊന്നുമില്ല. ആ തത്വത്തിൽ ദോഷങ്ങളായി വരുന്ന സംശയ വിപരീത ബുദ്ധികളൊന്നുമില്ല. അങ്ങനെയെല്ലാം മാറിയ സ്ഥിരബുദ്ധി ഉറച്ച, അതായത് ജ്ഞാനത്തിൻ്റെ പൂർണ്ണത. നമുക്ക് ആത്മജ്ഞാനം, ഈ കേൾക്കുന്നവർക്ക് ആത്മജ്ഞാനം താൻ എന്താണെന്ന് അറിയുന്നുണ്ട്. പക്ഷെ അതിലുണ്ടാകുന്ന ദോഷങ്ങളാണ്, ആ ദോഷങ്ങൾ മാറുന്നതാണ് ആ ജ്ഞാനത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അതിൽ വരുന്ന ദോഷങ്ങളാണ് ഈ 3 വരുന്നത്. അജ്ഞാനം, സംശയം, വിപര്യം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനെ നമ്മൾ ശരിക്കും അറിയാതിരിക്കുക. അത് അറിയുന്നു, ഞാൻ ആത്മാവാണെന്നുള്ള അറിയുന്നത് അജ്ഞാനനാശം ഉണ്ടായി. പക്ഷെ ആ അജ്ഞാനനാശത്തോട് പൂർണ്ണമായിട്ടില്ലാത്തത്, ആ ജ്ഞാനത്തിൻ്റെ പ്രകാശം പൂർണ്ണമായി ഇല്ലാതിരിക്കുന്നത് അതിൽ വരുന്ന മറ്റു 2 ദോഷങ്ങളാണ്. അതായത് അവിടെ ഇങ്ങനെ സംശയം, അത് അങ്ങനെയാണോ, ഇതിങ്ങനെയാണോ മനസ്സിലാക്കിയത്, ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ആത്മതത്വം എന്താണ്, ഇങ്ങനെയല്ലേ വേണ്ടത്, അങ്ങനെയുള്ള പല സംശയങ്ങൾ വരുന്നു. ഇനി ചിലപ്പോൾ നമുക്ക് നിശ്ചയമായി തോന്നും, ഇത് തന്നെയാണ് ശരി, ഇതാണ് പറഞ്ഞ ആ തത്വം എന്ന് നമുക്ക് നിശ്ചയമായി തോന്നും. പക്ഷെ അത് വിപരീതമായിരിക്കാം, നമ്മുടെ അറിവ് തെറ്റായിരിക്കാം. അപ്പോൾ പിന്നെയും കേൾക്കുമ്പോൾ, സത്സംഗങ്ങളിലൂടെ അല്ലെങ്കിൽ ക്ലാസ്സുകളിലൂടെ ഇങ്ങനെ കേട്ടു വരുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചു വരുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാവും, ഞാൻ മനസ്സിലാക്കിയതിൽ എന്തോ ഒരു ചെറിയ പോരായ്മയില്ലേ. അപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഈ സംശയ വിപരീത ദോഷങ്ങളെല്ലാം മാറി ആ ഉറച്ച ബുദ്ധിയുള്ള, ഏതിലാണ് ഉറച്ച ബുദ്ധി? ആത്മതത്വത്തിലുള്ള ആ ഉറച്ച ബുദ്ധിയിലുള്ള അസമ്മൂഢ. പിന്നെ അവിടെ ഇങ്ങനെ എന്തായി, തെറ്റിദ്ധാരണയൊക്കെ മാറി, ഇന്നതോ അതായത് ഈ വിപരീത ഭാവനകളെല്ലാം മാറി ബ്രഹ്മവിദ്, അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനി ബ്രഹ്മണി സ്ഥിതഃ, ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതനായിട്ട്. ആ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതനാവുക പറഞ്ഞാൽ, ബ്രഹ്മമായി കഴിഞ്ഞാൽ ബ്രഹ്മവിദ് ബ്രഹ്മയേവ, ബ്രഹ്മത്തെ അറിഞ്ഞാൽ അത് ബ്രഹ്മം തന്നെ, തൻ്റെ സ്വരൂപമാണ്. ബ്രഹ്മത്തെ അറിയുക പറഞ്ഞിട്ട് വിഷയത്തെ അറിയുന്ന പോലെയല്ല, തൻ്റെ സ്വരൂപം തന്നെയാണ്, താൻ തന്നെയാണ് ഈ തത്വം, ആത്മതത്വം എന്നറിയണം. ആത്മനിഷ്ഠമായിട്ട് ശ്രവിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തൻ്റെ തത്വത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ വേറൊരു ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എല്ലാം പഠിക്കുന്ന പോലെ അതൊരു വിഷയമല്ല, നമ്മളിൽ നിന്നും വിട്ട ഒരു സത്യമല്ല. ഇത് ആത്മസത്യമാണ്,
സ്വസ്വരൂപ സത്യമാണ്. അങ്ങനെ ആത്മനിഷ്ഠമായി ശ്രവിച്ച ആത്മതത്വബോധത്തിൽ ഉറച്ചവന് തൻ്റെ സ്വരൂപം തന്നെ താൻ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് തിരിച്ചറിഞ്ഞ. അപ്പോൾ പിന്നെ എവിടെയാണ് പിന്നെ ഈ കർമ്മത്തിലും അകർമ്മവും എല്ലാം ഈ വ്യവഹാരത്തിലുള്ള ഇതൊന്നും തന്നിലില്ല എന്ന് ബോധിച്ചുകൊണ്ട് പ്രിയം പ്രാപ്യ ന പ്രഹൃഷ്യേത്, അനുകൂലമായ നമുക്ക് ഇഷ്ടവും അനിഷ്ടമാണല്ലോ രണ്ടെണ്ണം നമുക്ക് ദോഷമായിട്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടത് കിട്ടുമ്പോൾ സുഖം, സന്തോഷം. ഇഷ്ടമില്ലാതെ വന്നു കഴിഞ്ഞാൽ അനിഷ്ടമായത് വന്നു ചേർന്നാൽ പിന്നെ നമുക്കതിൽ ദുഃഖം, ദേഷ്യം, ക്രോധം ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രിയം പ്രാപ്യെന്ന പ്രേക്ഷ്യത്, അങ്ങനെ വലിയ സന്തോഷമൊന്നും എവിടെയില്ല. പ്രിയമായതൊന്നും അങ്ങനെ പ്രിയമായതേ ഇല്ല. അവർ പ്രിയം അപ്രിയം എന്നൊക്കെ ഈ ലോക വ്യവഹാരത്തിലുള്ള സുഖദുഃഖങ്ങളെല്ലാം നശ്വരങ്ങളാണ്. അത് ഇതെല്ലാം ബന്ധനഹേതുവാണെന്ന് അറിഞ്ഞ് അതിൽ നിന്നെല്ലാം നിവർത്തിച്ച ആത്മജ്ഞാനിക്ക് പ്രിയം പ്രാപ്യ ന പ്രഹൃഷ്യേത്, പ്രിയത്തെ പ്രാപിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഭോഗങ്ങളെ ഏതെങ്കിലും കിട്ടിക്കൊണ്ട് അങ്ങനെ പ്രത്യേക സന്തോഷങ്ങളൊന്നും ഒരു അജ്ഞാനിയെ പോലെ ഇല്ല. അതുപോലെ തന്നെ അപ്രിയം പ്രാപ്യ ന ഉദ്വിജേത്, പിന്നെ പേടിക്കുന്നുമില്ല. എന്തിനെക്കുറിച്ച്? അപ്രിയമായ അനിഷ്ടമായതോ, അയ്യോ ഇനി വന്നല്ലോ ഇനി എന്താ ചെയ്യുക, അങ്ങനെ അതൊന്നും അവൻ്റെ മനസ്സിനെ ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവൻ്റെ മനസ്സിനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മതത്വത്തിൽ ഇതൊന്നും തന്നിൽ ഇതിന്ന് യാതൊന്നും ഇല്ല എന്ന് ആ ബോധത്തിൽ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ മരണത്തെ പോലും അതിജീവിച്ചിരിക്കുന്നു. മരണം തന്നിലില്ല എന്നറിഞ്ഞ ആത്മബോധത്തിലിരിക്കുന്ന തത്വജ്ഞാനിക്ക് പ്രിയത്തെയോ അപ്രിയത്തെയോ പ്രാപിച്ചുകൊണ്ട് അതിലുണ്ടാകുന്ന സന്തോഷമോ ദുഃഖമോ ഭയമോ ക്രോധമോ ഇതൊന്നും ഇല്ല. അതൊന്നും ആത്മതത്വത്തിൽ ഇല്ല എന്ന് ബോധിച്ചിരിക്കുന്നു. അതാണ് ലക്ഷണം. ഇപ്പോൾ അഭിമാനി ഉണ്ടല്ലോ, ദേഹാത്മാഭിമാനി എങ്ങനെയാണ്? ദേഹത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരീര മനോബുദ്ധികളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെല്ലാം ഗുണവും ദോഷവും എല്ലാം തന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നവൻ അവൻ ഈ സുഖദുഃഖങ്ങളിലും പുണ്യപാപങ്ങളിലൊക്കെ പെട്ടുഴലുമ്പോൾ ആത്മജ്ഞാനി ഇതിലൊന്നും തന്നിൽ ഇതൊന്നും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് മോക്ഷത്തെ, ഈ സംസാര വിമുക്തിയെ, പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് കാണിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട് ആ സുഖത്തെ ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ബാഹ്യസ്പർശേഷു, അതായത് ഇന്ദ്രിയ വിഷയങ്ങൾ, ഈ ശബ്ദാദി വിഷയങ്ങളിലെല്ലാം കിട്ടുന്ന അസക്താത്മാ, അതിലെല്ലാം പ്രീതിയില്ലാത്തവൻ, അതിലൊന്നും മനസ്സ് ചേരുന്നു, അതായത് പ്രീതിയില്ല. അതിലിങ്ങനെ ഇതിൽ നിന്ന് ഇത് നിത്യമായ സുഖത്തെ നൽകും എന്നുള്ളത് ഇല്ല. അവിടെ വൈരാഗ്യം, വിവേകമുള്ളവന് വൈരാഗ്യം ഉണ്ടാവും, വൈരാഗ്യമുള്ളവന് വിവേകവും ഉണ്ടാവും. വിവേകവും വൈരാഗ്യവും ഒന്നിച്ചേ നിൽക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള വൈരാഗ്യമുള്ള, അല്ലെങ്കിൽ അതിലൊന്നും പ്രീതിയില്ലാത്ത ആത്മനി യത് സുഖം വിന്ദതി, ആത്മാവിൽ ഏത് സുഖത്തെ പ്രാപിക്കുന്നുവോ ആ അക്ഷയം സുഖം, ഈ ക്ഷണികമായ വിഷയസുഖത്തെ നിവർത്തിക്കുന്നു. അത് ബ്രഹ്മസ്ഥിതിയിൽ ഈ ക്ഷണികമാണ്, വളരെ നിസ്സാരമാണ്, തുച്ഛമാണ് ഈ വിഷയസുഖങ്ങളെല്ലാം. ഏതിലെ? ആത്മബോധത്തിൽ തന്നിൽ ഇതൊന്നും ഇല്ല എന്നറിയുമ്പോൾ ഇതെല്ലാം ക്ഷണികമായി. നമ്മൾ അതിലേക്ക് താതാത്മ്യപ്പെട്ട് ഇന്ദ്രിയ മനോബുദ്ധികളിലെല്ലാം താതാത്മ്യപ്പെട്ട് വിഷയങ്ങളോട് അടുക്കുമ്പോൾ അതിലെല്ലാം ആ സുഖദുഃഖങ്ങളിലെല്ലാം നമ്മൾ തേടിപ്പോവുകയാണ്, ആസക്തരാകുകയാണ്. അപ്പം ഇവിടെ അതില്ല, ഇവിടെ നിവൃത്തി ഉണ്ടായിരിക്കുന്നു. അതെന്നല്ല, അങ്ങനെ നിവൃത്തി ഏതിലുണ്ടായിരിക്കുന്നു? ആത്മബോധത്തിലുണ്ടായിരിക്കുന്നു. അപ്പം ആത്മബോധത്തിൽ ഇതെല്ലാം ക്ഷണികമാണ്, ഇതെല്ലാം ബന്ധനഹേതുവാണ്, ഇതിന് ഇത്ര നിസ്സാരമാണ് എന്ന് അറിയുന്നവൻ അങ്ങനെ ഇതിൻ്റെ പിന്നിൽ പോകാതെ ശബ്ദാദി വിഷയങ്ങളിൽ പ്രീതിയില്ലാതെ യത് സുഖം വിന്ദതി ആത്മനി, ആത്മാവിൽ ഏത് സുഖത്തെ പ്രാപിക്കുന്നുവോ ആ അക്ഷയം സുഖം, ആ നശിപ്പിക്കാനാകാത്ത സുഖത്തെ. ആ സുഖം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആനന്ദം, മനസ്സിലിങ്ങനെ സുഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നമ്മൾ സാധാരണപ്പെട്ട സുഖത്തെ പോലെ എന്നതല്ല. സുഖദുഃഖങ്ങളൊന്നും അവിടെ ഇങ്ങനെ ഏൽക്കുന്നില്ല. അതീതമായിട്ടുള്ള ആത്മാവിൽ തന്നിൽ ഇതൊന്നും ഇല്ല, സുഖദുഃഖങ്ങളും പുണ്യപാപങ്ങളും യാതൊന്നും ഇല്ല എന്നുള്ള ആ ആത്മരതിയിൽ, ആത്മസുഖത്തിൽ, അതിനെയാണ് സുഖം എന്ന് പറയുന്നത്. അല്ലാണ്ട് ആനന്ദം ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ നിന്ന് എന്തോ ഒരു സുഖം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നൊക്കെ ചിലർ പറയും. സുഖത്ത് ആനന്ദം കിട്ടും എന്നത്.
ആ വിശ്രാന്തിയാണ് ഇവിടെ പറയുന്നത്. ഈ സുഖദുഃഖങ്ങളെല്ലാം പോയി ആ മോക്ഷത്തിന്റെ വിശ്രാന്തിയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമ്മളെ ധാരണ അങ്ങനെയാണ്, എന്തോന്ന് കിട്ടുന്നുള്ളതാണ്. അത് കിട്ടുന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ ഇത്രയും ഹൈ പവറുള്ള അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റുമോ? നമ്മുടെ ഈ ചെറിയ മനസ്സിനും ബുദ്ധിക്കും ഒക്കെ നമ്മുടെ ബ്രെയിൻ എന്താവും? അടിച്ചു പോകും, ഫീസ് അടിച്ചു പോകും. അങ്ങനെയൊക്കെ ചിലർ വാഗ്ദാനം കൊടുക്കുന്നത് കേൾക്കാം. ആത്മാനന്ദം അങ്ങനെ ഒഴുകും, ഇങ്ങനെ തലേന്ന് മുതൽ കാലിന്റെ വിരൽ വരെ ഇങ്ങനെ ഒഴുകുകയാണ് അത്ര, വിരൽ വരെ. അങ്ങനെയല്ല, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നതൊക്കെ തന്നെയാണ് അജ്ഞാനങ്ങൾ. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അതൊക്കെ പറഞ്ഞ ആളുകൾ പ്രതീക്ഷിക്കുന്നതും അതിന്റെ പിന്നിൽ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആനന്ദം അങ്ങനെ ഒഴുകുന്നതല്ല ആത്മജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷെ ആത്മജ്ഞാനം എന്നുള്ളത് അത് ആനന്ദ സ്വരൂപമാണ്. ആ സ്വരൂപമാണത്, സ്വന്തം സ്വരൂപം തന്നെ ആനന്ദമാണ്. അതിനെ പിന്നെ അനുഭവിക്കുക എന്നുള്ളതൊന്നുമില്ല അവിടെ. അനുഭവിക്കാൻ പിന്നെ ഒരു അനുഭവിക്കുന്നവനും പിന്നെ അതിന്റെ വിഷയം, അപ്പോഴല്ലേ അനുഭവം ഉണ്ടാവുള്ളൂ. അത് തമ്മിലുള്ള ഒരു ബന്ധവും ഉണ്ടാവണം. ത്രിപുടി എന്ന് പറയുക അതിന്. അങ്ങനെ ഇല്ലല്ലോ. അനുഭവിക്കുന്നവൻ, അനുഭവപ്പെടുന്ന വിഷയം, അതിനുള്ള ബന്ധം, അപ്പോഴല്ലേ അതിൻ്റെ ത്രിപുടി ആത്മാവുമായിട്ടുള്ള അനുഭവമുള്ളൂ. അതാണ് നമ്മുടെ ഇന്നത്തെ അനുഭവം. അങ്ങനെ ഒരു അനുഭവം ആത്മാവിലുണ്ടെങ്കിൽ അവിടെ പിന്നെ ഏകരസം എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അദ്വൈതം എന്ന് പറയാൻ പറ്റില്ല. അനുഭവിക്കുന്നവനുണ്ട്, അനുഭവപ്പെടുന്ന വസ്തുവുണ്ട്, രണ്ടുണ്ട്, ദ്വൈതമുണ്ട്, അതിനുള്ള ബന്ധങ്ങളുണ്ട്. അപ്പൊ അദ്വൈതമായ ആ ഏകരസം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ അതീതമായിട്ട് ദ്വൈതാതീതനായിട്ട് ഇരിക്കുന്ന ആ വിശ്രാന്തിയിൽ ഈ ബാഹ്യസ്പർശനങ്ങളായ ഈ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന നിസ്സാരമായ ഈ സുഖങ്ങളൊന്നും പ്രീതിയില്ലാതെ, പിന്നെയോ സഹ ബ്രഹ്മയോഗയുക്താത്മാ അശ്നുതേ, ആ ബ്രഹ്മത്തിൽ യോഗമായിട്ട് യുക്തമായി നിൽക്കുന്ന, ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ മനസ്സോട് കൂടിയവൻ എന്തിനെ എന്തിനെ അനുഭവിക്കുന്നു? അശ്നുതേ, അക്ഷയം സുഖം. ഏതില്? ക്ഷണികമായ സുഖത്തെ വിട്ടുകൊണ്ട് ആ സുഖദുഃഖങ്ങൾക്കെല്ലാം, സുഖം എന്ന് വെച്ചാൽ അവിടെ സുഖവും ദുഃഖവും ദ്വൈതങ്ങളെല്ലാം, ഭയം, ക്രോധം, എല്ലാത്തിനെയും, ലാഭം, നഷ്ടം, മാനം, അപമാനം, ഇതിനെല്ലാം വിട്ടുകൊണ്ട് ആ ആത്മരതിയിൽ, ആ ആത്മ ഏകരസത്തിൽ അതുകൊണ്ടാണ് അവരെ സമദർശിന എന്ന് പറയുന്നത്. ആ സമദർശനത്തിൽ ഇരിക്കുന്നു. അവർക്ക് അങ്ങനെ ഈ വിഷയങ്ങൾ നിസ്സാരമായതിലൊന്നും അവരെ ബന്ധിക്കുന്നില്ല. ആത്മാവില് ഇതൊന്നും ഇല്ല എന്നാണ് വീണ്ടും ആ ലക്ഷണത്തിലൂടെ പറയുന്നത്. ഇതെല്ലാം അറിയുന്നത് എന്തിനാണ്? നമ്മുടെ ഇതിലേക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ, ഇതിലേക്ക് ഈ ആത്മജ്ഞാനത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ മാറ്റാണ്. അതുപോലെ അതിൻ്റെ ആ തത്വബോധത്തെക്കുറിച്ച് കൂടുതൽ വിസ്തരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ സ്വരൂപത്തിലെ നമ്മുടെ സ്ഥിതിയെക്കുറിച്ച്, നമ്മുടെ ഇന്നത്തെ സാമാന്യമായ ഈ അജ്ഞാന സ്ഥിതിയിൽ നിന്നും എന്തൊക്കെയാണ് ഉള്ളത്, അതിന് വിപരീതമാണ് എന്ന് കാണിക്കാനാണ്. അതെന്താണെന്നും ആത്മാവ് എന്താണെന്നും സ്വരൂപം എന്താണെന്നും തിരിച്ചറിയാൻ രണ്ടിനെയും കൂടി നിത്യ അനിത്യ വസ്തുവിവേകം, അതാണ് വിവേകം. അതിനെ അറിയിക്കാനാണ്. അവിടെ തന്നെ ആ വൈരാഗ്യവും ഉണ്ട്. വൈരാഗ്യമില്ലാതെ ഇതിലേക്ക്, വൈരാഗ്യം പറഞ്ഞാൽ ഇതെല്ലാം ക്ഷണികമാണെന്നുള്ള ആ അറിവോടുകൂടി ഇതിലേക്ക്, ഈ നിത്യമായ വസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അതിലേക്ക് കൂടുതൽ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ, ആ തത്വബോധം ഉണ്ടാവാനുള്ള പ്രയത്നമാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വിഷയസുഖങ്ങളൊന്നും തൻ്റെ ഇതിലേക്ക്, അതിൻ്റെ മുന്നിൽ ഈ ആത്മാരതിയിലിരിക്കുന്നവന് ഈ വിഷയസുഖങ്ങളെല്ലാം തുച്ഛമാണ്, നിസ്സാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ പെടാതെ, അല്ലെങ്കിൽ അതിന് ബന്ധനാകാതെ, അതിൽ താതാത്മ്യപ്പെടാതെ ആത്മാവിൽ തന്നെ, തൻ്റെ സ്വരൂപത്തിൽ തന്നെ നിശ്ചലമായി ആത്മനിഷ്ഠയായിട്ടിരിക്കുന്ന അവന് മോക്ഷം, അത് തന്നെയാണ്. ആ മോക്ഷത്തെ അവൻ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ആ മോക്ഷത്തിൽ അവൻ ആ പരമമായ അക്ഷയമായ സുഖത്തെ അനുഭവിക്കുന്നു പറഞ്ഞാൽ അവിടെ രണ്ടായി അനുഭവിക്കുന്നു എന്നുള്ളതല്ല. ആത്മബോധത്തിൽ മറ്റൊരു അനുഭവം ഇല്ല. ആത്മബോധത്തിൽ സുഖദുഃഖത്തിനെല്ലാം അതീതമായി അവിടെ ഏകരസത്തിൽ സമബുദ്ധിയിൽ വർത്തിക്കുന്നു. മോക്ഷത്തെ അവൻ പ്രാപിച്ചിരിക്കുന്നു, ആത്മജ്ഞാന സാക്ഷാത്കാരം ഉണ്ടായിരിക്കുന്നു എന്നാണ്. അപ്പം ഇങ്ങനെയെല്ലാം അത് മനസ്സിലാക്കണം. ഈ വിഷയരാമനായിക്കൊണ്ടിരിക്കുന്നവന് ഇത് തീർച്ചയായിട്ടും ആത്മരസം എന്തെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അവിടെ വൈരാഗ്യവും വിവേകവും വളരണം. അപ്പോൾ നമ്മളത് ഒരു സാധകന് വേണ്ട സാധന ചതുഷ്ടയ സമ്പത്തിയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ മുൻ വീഡിയോകളിൽ നമ്മൾ
ചെറിയ ചെറിയ വീഡിയോകളാണ്. കേട്ട് ദിവസവും വരികയാണെങ്കിൽ ആ നിത്യമം ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവത്ഗീതയുടെ ഉള്ളിലേക്ക്, നമ്മുടെ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും. അതിനായി നമ്മൾ സമയം കണ്ടെത്തണം. നിത്യവും മുടങ്ങാതെ നമ്മളത് വായനയിലൂടെ പോകണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കണം. അത് സത്സംഗങ്ങൾ തുടരണം. ഇപ്പോൾ തുടർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ കൂടുതൽ നേരം നമുക്ക് ശ്രവിക്കാൻ അല്ലെങ്കിൽ ഈ സത്സംഗങ്ങളിൽ നിൽക്കാൻ സാധ്യമല്ല എന്നിരിക്കെ വേണ്ടവർക്കായി ആത്മബോധത്തിനായി കൊണ്ട് മോക്ഷത്തിനായിക്കൊണ്ട് ശ്രമിക്കുന്ന ആത്മീയതയിലെ പാതയിൽ, ശരിയായ ആത്മീയതയുടെ പാതയിൽ നടക്കുന്നവർക്ക് ഒരു സഹായകമായിട്ട് ഈ ഭഗവത്ഗീതയും അതിൻ്റെ പ്രഭാഷണമല്ല ക്ലാസ്സുകളെല്ലാം സാധ്യമാകട്ടെ എന്നതിലുമാണ് ഈ ചെറു വീഡിയോകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ ജീവിതത്തിലെ നിത്യവും ചെറിയൊരു സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതുവരെ 21ാമത്തെ ശ്ലോകമാണ്. അടുത്ത ശ്ലോകം നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ, വരുന്ന വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമസ്കാരം.